20 വർഷം ഒരു സ്വപ്നം, ഒരു പാർട്ടി. പിന്നെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു വീഴുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേരളത്തിൽ വിവാദത്തിന്റെ മറ്റൊരു പേരായി മാറി. ഒരു വശത്ത് ഗുരുതരമായ ആരോപണങ്ങൾ, മറുവശത്ത് ഗൂഢാലോചന എന്ന പ്രതിരോധം. ആരോപിക്കുന്നവർ പറയുന്നു തെളിവുകൾ വ്യക്തമാണെന്ന്. പ്രതിയായവൻ പറയുന്നു സന്ദർഭം മനസ്സിലാക്കണമെന്ന്. ഇതാണോ സത്യം, അതോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന? ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ യാത്ര 2006-ൽ KSU പ്രവർത്തകനായി ആരംഭിച്ചു. യൂണിറ്റ് തലത്തിൽ നിന്ന് നാഷണൽ സെക്രട്ടറി, പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ഇത് 18 വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു. 2024-ലെ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആയി. കോൺഗ്രസിന്റെ യുവമുഖങ്ങളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടു. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 3 വ്യത്യസ്ത സ്ത്രീകളിൽ നിന്ന് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. ലൈംഗിക അതിക്രമം, സാമ്പത്തിക ചൂഷണം, ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ. ഈ ആരോപണങ്ങൾ എത്രത്തോളം സത്യമാണ്? അതോ ഇത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണോ? രണ്ടു വശങ്ങളും പരിശോധിക്കാം. 3 പ്രധാന ആരോപണങ്ങളുണ്ട്. 1. ലീക്ക് ചെയ്ത ഓഡിയോ സംഭാഷണങ്ങൾ. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില ഓഡിയോ ക്ലിപ്പുകളിൽ രാഹുലിന്റേതെന്ന് ആരോപിക്കപ്പെടുന്ന ശബ്ദം ഒരു സ്ത്രീയോട് കടുത്ത രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കാം. പരാതിക്കാർ പറയുന്നത് ഇത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്നുവെന്നാണ്. എന്നാൽ രാഹുലിന്റെ വാദം വ്യത്യസ്തമാണ്. പൂർണ്ണ സംഭാഷണങ്ങൾ പുറത്തുവിട്ടാൽ സന്ദർഭം വ്യക്തമാകുമെന്നും തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രം ലീക്ക് ചെയ്തത് മനഃപൂർവ്വമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. 2. സാമ്പത്തിക ആവശ്യങ്ങൾ. വിലയേറിയ സാധനങ്ങൾ, ബിർക്കൻ സ്റ്റോക്ക്, ചെരുപ്പ്, 3 BHK ഫ്ലാറ്റ് ഇവ ആവശ്യപ്പെട്ടെന്നാണ് പരാതി. വാർത്താമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഈ ആരോപണങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. രാഹുലിന്റെ നിലപാട്: ഫ്ളാറ്റ് സ്വന്തം ലോണിൽ വാങ്ങാനുള്ള പദ്ധതിയായിരുന്നു. ചെരുപ്പ് സ്വയം വാങ്ങി. സൗഹൃദപരമായൊരു ചർച്ച മാത്രമായിരുന്നു അത്. 3. റിനി ജോർജ് കേസ്. 24 മണിക്കൂറിനുള്ളിൽ തെറ്റായ പെരുമാറ്റം നടന്നെന്ന് റിനി ജോർജ് ആരോപിച്ചു. എന്നാൽ രാഹുൽ ചോദിക്കുന്നു, പിന്നീട് എന്തിനാണ് ജന്മദിനാശംസകൾ നേരാൻ വിളിച്ചത്, ഓഫീസിൽ വന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിയമപരമായ കേസുകളാണ്. കോടതി മാത്രമേ അന്തിമ വിധി പറയാൻ അധികാരമുള്ളൂ. ആരോപണങ്ങൾ ഗുരുതരമാണ്. അതേസമയം പ്രതിക്ക് സ്വയം വാദിക്കാനുള്ള അവകാശവുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാസങ്ങളോളം നിശബ്ദനായിരുന്നു. സ്വയം അതൊരു തെറ്റായി സമ്മതിക്കുന്നുമുണ്ട്. എമോഷണലായി പ്രതികരിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിശബ്ദത തകർത്തത് 24 ന്യൂസിന് നൽകിയ ഒരു എക്സ്ക്ലൂസീവ് അഭിമുഖത്തിലൂടെയാണ്. ഏകദേശം 40 മിനിറ്റിലധികം നീണ്ട ആ അഭിമുഖത്തിൽ രാഹുൽ വിശദമായി തന്റെ നിലപാട് വ്യക്തമാക്കി. അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടത് സത്യത്തിന്റെ 10% പോലുമല്ല. 24 ന്യൂസിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം ഉയർത്തിയ പ്രധാന വാദങ്ങൾ: 1. സന്ദർഭം നഷ്ടപ്പെട്ടു. ലീക്ക് ചെയ്ത സന്ദേശങ്ങൾക്ക് മുമ്പും പിന്നുമുള്ള 5 മെസ്സേജുകൾ കാണിച്ചാൽ പൂർണ്ണ ചിത്രം മനസ്സിലാകും. അദ്ദേഹം അഭിമുഖത്തിൽ വ്യക്തമാക്കി, പൂർണ്ണ ചാറ്റ് ലോഗുകൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുമെന്ന് ആവർത്തിച്ചു പറഞ്ഞു. 2. ഫ്ളാറ്റും ചെരുപ്പും വസ്തുതകൾ. 24 ന്യൂസിന്റെ അഭിമുഖത്തിൽ രാഹുൽ വിശദീകരിച്ചു, 3 BHK ഫ്ളാറ്റ് എന്റെ സ്വന്തം ലോണിൽ വാങ്ങാനുള്ള ആലോചനയായിരുന്നു. അതിന്റെ പേയ്മെന്റ് പ്ലാൻ ഞാൻ ചർച്ച ചെയ്യുകയായിരുന്നു. ബിർക്കൻ സ്റ്റോക്ക് ചെരുപ്പിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ ചെരുപ്പിന്റെ ലിങ്ക് ചോദിച്ചു, കാരണം എനിക്കതിഷ്ടമായിരുന്നു. പിന്നെ സ്വയം ഓർഡർ ചെയ്തു, സ്വയം പണം നൽകി. ഇത് സൗഹൃദപരമായ ഒരു സംഭാഷണം മാത്രമായിരുന്നു. 3. റിനി ജോർജ് കേസിലെ പൊരുത്തക്കേടുകൾ. അഭിമുഖത്തിൽ രാഹുൽ ചോദിച്ചു, 24 മണിക്കൂറിനുള്ളിൽ തെറ്റായ പെരുമാറ്റമുണ്ടായെന്ന് പരാതി നൽകിയ വ്യക്തി പിന്നീട് എന്തിനാണ് എന്റെ അമ്മയുടെ ജന്മദിനം ആശംസിക്കാൻ വിളിക്കുന്നത്, പാലക്കാട് ഓഫീസിൽ വന്നത്? ഇത് ആദ്യ ആരോപണവുമായി പൊരുത്തപ്പെടുന്നില്ല. 4. ഗൂഢാലോചന സിദ്ധാന്തം വിശദമായി. 24 ന്യൂസിന്റെ അഭിമുഖത്തിൽ രാഹുൽ കൂടുതൽ വിശദമായി പറഞ്ഞു, കേരളത്തിലെ ഒരു പ്രധാന ഓഫീസിലിരിക്കുന്ന ഒരു കിങ്പിനുണ്ട്. 4 പത്രപ്രവർത്തകരുടെ ഒരു ടീമുണ്ട്. കോൺഗ്രസിനകത്തുള്ള ഒരു വ്യക്തിയുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഇത് ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയാണ്. 5. ഹൂക്കേഴ്സ് വിവാദം. അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. ആ പ്രതികരണം സന്ദർഭത്തിൽ നിന്ന് വേർപെടുത്തി അവതരിപ്പിച്ചു. സ്ത്രീകളുടെ പരാതികളോട് ഞാൻ അശ്രദ്ധ കാണിക്കുന്നു എന്ന തോന്നൽ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശപൂർവമായ ശ്രമമായിരുന്നു അത്. എന്നാൽ ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. അഭിമുഖത്തിൽ വിശദമായ വിശദീകരണങ്ങൾ നൽകിയെങ്കിലും ചില ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരം ലഭിച്ചില്ല. ഗൂഢാലോചനയാണെങ്കിൽ എന്തുകൊണ്ട് 3 സ്വതന്ത്ര സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ടു വന്നു?
പൂർണ്ണ ചാറ്റ് ലോഗുകൾ പുറത്തുവിടാൻ സാധിക്കാത്തതെന്ത്? ആരോപിക്കപ്പെടുന്നവർ പുറത്തുവിടണമെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും സ്വയം പുറത്തുവിടാത്തതെന്ത്? ഈ വിവാദം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ കാര്യമായി ബാധിച്ചു. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിൽ നിന്ന് അകലം പാലിച്ചു. 20 വർഷം പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്നുള്ള ഈ അകലം അദ്ദേഹത്തിന് വേദനാജനകമാണെന്ന് 24 ന്യൂസിന്റെ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം സമ്മതിച്ചു. അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, സംഘടനയുടെ ഭാഗമാണ് ഞാൻ. 20 വർഷമായി പ്രവർത്തിച്ചു. ഈ അകലം കനത്ത ശിക്ഷയാണ്. എന്നാൽ പ്രസിദ്ധമായ വാക്കുകളിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു, നേതൃത്വത്തിന് എന്നെ കോൺഗ്രസിൽ നിന്ന് നീക്കം ചെയ്യാം. പക്ഷെ എന്നിൽ നിന്ന് കോൺഗ്രസിനെ നീക്കം ചെയ്യാൻ എനിക്ക് മാത്രമേ കഴിയൂ. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായ വ്യക്തത വരുന്നതുവരെ ദൂരം പാലിക്കുക എന്നത് ഏതൊരു സംഘടനയുടെയും സ്വാഭാവിക പ്രതികരണമാണ്. നിലവിലെ നേതൃത്വത്തിൽ നിന്നുള്ള അകലമുണ്ടായിട്ടും കേരളത്തിന് സർക്കാർ മാറ്റമെന്നത് തന്റെ ലക്ഷ്യമായി തുടരുന്നു എന്ന് അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇത്തരം വിവാദങ്ങൾ ഏതൊരു രാഷ്ട്രീയ കരിയറിനെയും സ്ഥിരമായി ബാധിക്കുമെന്നത് യാഥാർത്ഥ്യവുമാണ്. ഇപ്പോൾ നിലവിലുള്ള വസ്തുതകൾ പരിശോധിക്കാം. ആരോപണങ്ങളുടെ ഭാഗത്ത് 3 സ്വതന്ത്ര പരാതികൾ, ലീക്ക് ചെയ്ത ഓഡിയോ ക്ലിപ്പുകൾ, നിയമപരമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രതിരോധത്തിന്റെ ഭാഗത്ത് 24 ന്യൂസിന് നൽകിയ വിശദമായ അഭിമുഖം, സന്ദർഭം കാണിക്കാനുള്ള വാഗ്ദാനം, ഗൂഢാലോചന സിദ്ധാന്തം, ആരോപിക്കുന്നവരുടെ പിന്നീടുള്ള പെരുമാറ്റത്തിലെ പൊരുത്തക്കേടുകൾ. നിഷ്പക്ഷമായി പറഞ്ഞാൽ 1. ആരോപണങ്ങൾ ഗുരുതരമാണ്. ഇവ നിസ്സാരമായി കാണാനാവില്ല. 2. പ്രതിക്ക് വാദിക്കാനുള്ള അവകാശമുണ്ട്. കുറ്റം തെളിയുന്നതുവരെ നിരപരാധിയാണെന്നത് നിയമതത്വമാണ്. 3. തെളിവുകൾ അപൂർണമാണ്. പൂർണ്ണ ചാറ്റ് ലോഗുകളോ മറ്റ് സമഗ്ര തെളിവുകളോ പൊതുമണ്ഡലത്തിലില്ല. 4. രാഷ്ട്രീയ ലാഭം. ഇരു പ്രധാന പാർട്ടികൾക്കും ഈ വിവാദത്തിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങളുണ്ട്. അന്തിമവിധി എവിടെയാണ്? കോടതിയിൽ. അവിടെ മാത്രം. മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ നമുക്കാരെയും കുറ്റവാളിയാക്കാനോ നിരപരാധിയാക്കാനോ കഴിയില്ല. പക്ഷെ ചില കാര്യങ്ങൾ വ്യക്തമാണ്. സ്ത്രീകളുടെ പരാതികൾ ഗൗരവത്തോടെ കേൾക്കപ്പെടണം. അതേസമയം ആരോപിക്കപ്പെടുന്നവർക്ക് ന്യായമായ അന്വേഷണവും അവകാശവും ലഭിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ 24 ന്യൂസിന് നൽകിയ അഭിമുഖത്തിലൂടെ തന്റെ വാദം അവതരിപ്പിച്ചു. ആരോപണങ്ങൾ ഗുരുതരമായി തുടരുന്നു. നിയമപരമായ പ്രക്രിയ പൂർത്തിയാകട്ടെ. തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെടട്ടെ. സത്യം അത് ഏതായാലും പുറത്തുവരട്ടെ. നമ്മൾ കാത്തിരിക്കുന്നത് വസ്തുതകൾക്കായാണ്, അഭിപ്രായങ്ങൾക്കല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.